ഒന്നാം വിഭാഗം. സ്വാമി ഇന്ന് ഭഗവത്ഗീത സ്മൃതി ആണെന്ന് പറയുകയുണ്ടായി. കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടതല്ലേ സ്മൃതികൾ? അങ്ങനെയെങ്കിൽ ഭഗവത്ഗീത എങ്ങനെ സ്മൃതി ആക്കും? ഭഗവത്ഗീത സ്മൃതി ആണ് എന്ന് ചിദാനന്ദപുരസ്വാമി അല്ല പറഞ്ഞത്, ഭഗവാൻ ഭാഷ്യകാരനാണ്, ശങ്കരാചാര്യസ്വാമികളാണ്. നിശ്ചയമായും സ്മൃതി തന്നെയാണ്, ഒരു സന്ദേഹവുമില്ല. അപ്പോഴാണ് സ്മൃതിയാണെങ്കിൽ കാലത്തിനനുസരിച്ച് മാറുന്നതല്ലേ എന്നുള്ള ചോദ്യം വരുന്നത്. ഇവിടെ ഭാരതീയ ശാസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ വൈദിക ശാസ്ത്രങ്ങളുടെ ശ്രുതി സ്മൃതി വിഭാഗത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ശ്രുതി എന്ന് പറയുമ്പോൾ അതിൽ വേദം മാത്രമാണ്. വേദം മാത്രമാണ് ശ്രുതി. സംഹിത, ബ്രാഹ്മണം, അവയുടെ അനുബന്ധമായി മാനിക്കപ്പെടുന്ന ആരണ്യകം, ഉപനിഷത്ത്, ഈ 4 ഭാഗങ്ങളാണ് ഋഗ്യജു സാമ അഥർവ വിഭാഗത്തിൽ നിലകൊള്ളുന്നത്. ഇത് മാത്രമാണ് വാസ്തവത്തിൽ ശ്രുതി. വേദത്തിൻ്റെ അംഗങ്ങളായി വേദാംഗങ്ങളും, അതായത് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, അതുപോലെ ഉപവേദങ്ങളായിട്ട് ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം നമുക്ക് കിട്ടിയിട്ടില്ല, അർത്ഥശാസ്ത്രമാണ് നമുക്ക് കിട്ടിയത്, എങ്കിലും അർത്ഥവേദം എന്ന് പറയാം. ഇത്രയുമാണ് ഉപവേദങ്ങൾ, വേദാംഗങ്ങൾ. അവ വേദത്തോട് ചേർത്ത് പറയേണ്ടതാണ്, എങ്കിലും അത് വേദമല്ല. അതെല്ലാം പൗരുഷയങ്ങളാണ്. ഓരോ ഋഷിമാർ പേര് വെച്ചെഴുതിയതാണതൊക്കെ എല്ലാം. സംഹിതകൾ പോലും ഋഷിനാമത്തിൽ അറിയപ്പെടുന്നതാണ്. എന്നാൽ വേദം അതല്ല. വേദത്തിന് കർത്താവില്ല, ദ്രഷ്ടാവേ ഉള്ളൂ, കർത്താവില്ല. അത് മാത്രമാണ് ശ്രുതി. ഈ ശ്രുതിയുടെ സ്മരണത്തിൽ നിന്ന്, വിചാരത്തിൽ നിന്ന് സ്മൃതി ആവിർഭവിക്കുന്നു. ഇപ്പം സ്മൃതിയിൽ ഏതൊക്കെ പെടും? സ്മൃതിയിൽ ആദ്യം പറയേണ്ടത് ഇതിഹാസങ്ങളെയാണ്. വാൽമീകീയ രാമായണത്തെയും മഹാഭാരതത്തെയും. ഇതിഹാസം പറഞ്ഞാൽ പിന്നെ ഉടനെ പറയേണ്ടത് പുരാണങ്ങളെയാണ്. പുരാണങ്ങൾ, മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇങ്ങനെ 2ആയി പറയണം. അവയിൽ മഹാപുരാണങ്ങൾക്കാണ് പ്രാമാണികത ഏറെ. അവ 18 മഹാപുരാണങ്ങൾ. ഈ വേദാംഗ, ഇതിഹാസ, പുരാണാദി ശാസ്ത്രങ്ങളിൽ അങ്ങിങ്ങായി പ്രതിപാദിച്ചിരിക്കുന്ന സാമൂഹിക നിയമക്രമങ്ങൾ, വൈയക്തികങ്ങളായ ആചരണങ്ങൾ, ഇവയെ
പല ആചാര്യന്മാരും ക്രോഡീകരിച്ചു. വിചാര സദസ്സുകളിലൂടെ നിഷ്പന്നമായ അർത്ഥങ്ങളെ അതിൽ ചേർത്തു. ചിലത് അവരുടെ മനനത്തിലൂടെ നിഷ്പന്നമായവയെയും ചേർത്തു. അങ്ങനെയാണ് ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടത്. ഇപ്പം ധർമ്മശാസ്ത്രങ്ങളിൽ മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, പരാശര സ്മൃതി, വ്യാസസ്മൃതി, അങ്ങനെ ഒട്ടനേകമുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് സ്മൃതി, സ്മരിക്കപ്പെടുന്നത്. അപ്പം ഈ സ്മൃതി എപ്പോഴും ശ്രുതിയുടെ അപേക്ഷയിൽ രണ്ടാം സ്ഥാനേ കൽപ്പിക്കാൻ പാടുള്ളൂ. ശ്രുതി സ്മൃതി വിരുദ്ധത വന്നാൽ ശ്രുതിയെ സ്വീകരിക്കണം, സ്മൃതിയെ തള്ളണം. സ്മൃതികളിൽ നിന്ന് തത്വത്തെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം അത് ജീവചരിത്രങ്ങളുടെയും കഥകളുടെയും വർണ്ണനകളുടെയും ഒക്കെ കൂടെയാ വരിക. അപ്പം അതിൽ നിന്ന് തത്വം പ്രത്യേകം നിർദ്ധാരണം ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് സ്മൃതിയിലുള്ളത്. ഈ സ്മൃതികളിൽ ദേശകാലാനുസൃതങ്ങളായ ആശയങ്ങൾ ഒരുപാടുണ്ട്, സനാതനങ്ങളായ ആശയങ്ങളും ഒരുപാടുണ്ട്. പിന്നെ കാലത്തിനനുസരിച്ച് മാറും എന്ന് നിർബന്ധമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ സ്മൃതിയിൽ ഉൾപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളാണ്. അതായത് മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി ഇത്യാദി, വ്യാസസ്മൃതി, അങ്ങനെയുള്ള അത് കാലത്തിനനുസരിച്ച് മാറുന്ന നിയമക്രമങ്ങളാണ്. നിയമക്രമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത്രയും ചേർന്നതാണ് സ്മൃതി. ഇതിൽ ഒരു ഗ്രന്ഥമെന്ന രീതിയിൽ ഏറ്റവും വലുത് ഒരു സംശയവുമില്ല മഹാഭാരതമാണ്. ആ മഹാഭാരതത്തിലെ 6ാമത്തെ 18 പർവ്വങ്ങളിൽ 6ാമത്തെ ഭീഷ്മപർവത്തിലെ 25 മുതൽ 42 അടക്കമുള്ള 18 അധ്യായങ്ങൾക്കാണ് നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുക. അപ്പോൾ സ്മൃതിയുടെ ഭാഗമായതുകൊണ്ട് അത് സ്മൃതി തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ആശയപരമായി വേദത്തിൻ്റെ സാരഭൂതമാണ് ഗീതോപദേശം. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് ഗീതാശാസ്ത്രത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ശ്രുതി അല്ലെങ്കിൽ പോലും, ഉപനിഷത്തല്ലെങ്കിൽ പോലും ആചാര്യന്മാർ ഉപനിഷത്തിൻ്റെ സ്ഥാനം ഗീതയ്ക്ക് കൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിൻ്റെയും ഒടുവിൽ ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്നൊക്കെ പറയുന്നത്, ഗീതോപനിഷത്തുക്കളിൽ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അത് ഗീത ഉപനിഷത്തൊന്നുമല്ല. ഉപനിഷത്തിൻ്റെ സ്ഥാനം ഔപചാരികമായി കൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഏത് വിധത്തിലായാലും ഗീത സ്മൃതിയാണ്. പ്രസ്ഥാനത്രയത്തിൽ ശ്രുതി പ്രസ്ഥാനം, സ്മൃതി പ്രസ്ഥാനം, യുക്തി പ്രസ്ഥാനം എന്നിങ്ങനെ 3. ശ്രുതി പ്രസ്ഥാനം ഉപനിഷത്താണ്, സ്മൃതി പ്രസ്ഥാനം ഗീതയാണ്, യുക്തി പ്രസ്ഥാനം ബ്രഹ്മസൂത്രങ്ങളാണ്. അപ്പോൾ ഏത് വിധേനയും ഗീതയെ നമ്മൾ സ്മൃതിയായിട്ട് മനസ്സിലാക്കണം. ഇനി വേറൊരു പ്രധാനപ്പെട്ട രഹസ്യം പറയാം. ശ്രുതി എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ സ്മൃതി അംശങ്ങൾ ഉണ്ടാവും. സ്മൃതി എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ശ്രുതി അംശങ്ങളും ഉണ്ടാവും. ഇവയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പം ശ്രുതി
ഉദാഹരണം പറയാം. ശ്രുതിയുടെ സാരഭൂതമാണ് വേദാന്തം, ഉപനിഷത്ത്. എന്നാൽ ഉപനിഷത്തിൽ സ്മൃത്യംശങ്ങളുണ്ട്. ഉദാഹരണം, തൈത്തിരീയോപനിഷത്തിൽ 1-ാം വല്ലി പ്രായേണ നമ്മുടെ ആചരണ വിഷയങ്ങൾ, ധർമ്മ സംബന്ധിയായ ആശയങ്ങളൊക്കെയാണ് പറയണത്. ഉദാഹരണം പറഞ്ഞാൽ മാത്രം. എന്നാൽ സ്മൃതികളിൽ വേദസാരമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഉദാഹരണം ഭഗവത്ഗീത, അനുഗീത, എത്രയോ ഉണ്ട്. എത്ര ഉണ്ട്?